ഇത് നമ്മുടെ തകഴി കൃഷിഭവന്റെ പരിധിയിൽപ്പെടുന്ന കൊല്ലനാടി പാടശേഖരത്തിലെ നെല്ലാണ്. മഴ പെയ്ത് നനയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ നെല്ലാണ് പല നെല്ലുകാരും വന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോയി. അവസാനം ഇത് 3.5 കിലോ കിഴിവ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നെല്ല് കൊടുക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഈ നെല്ല് കൊല്ലനാടി പാടശേഖരത്ത് വന്ന് നെല്ലെടുത്താൽ 1 കിലോഗ്രാം പോലും കിഴിവില്ലാതെ എടുത്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പം ഈ നെല്ല് 3.5 കിലോ കിഴിവാണ് എടുത്തിരിക്കുന്നത്. വലിയ ചൂഷണം തന്നെ. ഈ നെല്ലിനൊക്കെ കിഴിവ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം 22 മോയ്ച്ചറാണ്. അല്ലെങ്കിൽ ഇന്നലെ വിത്തിന് ഭാഗമായ നെല്ലായിരുന്നു. വിത്തിന് ഈ നെല്ലാണ് 3.5 കിലോ നമ്മളിപ്പോൾ കിഴിവിന് സമ്മതിച്ചിരിക്കുന്നത്. ചരല് പോലുള്ള നെല്ലാണ് കണ്ടോ, നമ്മുടെ മുന്നിൽ കിടക്കുന്ന ചരല് പോലുള്ള നെല്ലാണ് നമ്മൾ ഈ കാണുന്നത്. ഒന്നാന്തരം നെല്ലാണ്. അങ്ങോട്ട് ഒരു 3 കിൻഡലിൽ അനപ്പുറം വരുന്ന നെല്ലാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത്. ചരല് പോലുള്ള നെല്ല് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഇപ്പം കർഷകരെ രക്ഷിക്കുവാനെന്ന നിലയിൽ ശരിക്കും കർഷകന്റെ രോഷം പറയുന്നതുകൊണ്ട് സർക്കാർ 1.5 കിലോ കുറവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 68 കിലോ ഔട്ട് ആൻഡ് റേഷ്യോ കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ 66 കൊടുത്താൽ മതി എന്നുള്ള ഗവൺമെന്റ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ആ ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ 2.5 കിലോ നെല്ലിന്റെ കുറവ് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ ഈ സമയത്ത് ഇത് പ്രഖ്യാപിച്ചതിലൂടെ അതിന്റെ നേട്ടം ഉണ്ടാക്കേണ്ട ആരാ? സ്വകാര്യ മില്ലുകാർക്ക് നേട്ടം ഉണ്ടാക്കി. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് മേടിച്ചിട്ട് അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 100 കിലോ നെല്ലിന് 68 കിലോ അരിയായിരുന്നു. അതെ അതെ. ഇപ്പം 66 കിലോ. 66 കിലോ അരി കൊടുത്താൽ മതി. 1.5 കിലോ അരി കുറച്ച് കൊടുത്താൽ മതി. അതെ 1.5 കിലോ അരി കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ടും ഈ നേരത്തെ ഉള്ളതിൽ കൂടുതൽ എന്ത് ന്യായമാണല്ലോ ഇത് കൊള്ളയാണ്. ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആൾക്കാരായിട്ട് ഇവിടുത്തെ നമ്മുടെ നെല്ല് കുത്തി 71 കിലോ അരി കിട്ടുകയും ചെയ്യുന്നു. അതെ, 1/4 70 അരി ഇതിനകത്ത് കിട്ടുന്നത് ചരല് പോലുള്ള നെല്ലുണ്ടാവും. ഒരു കറവലില്ല, ഒരു കറവലും കാണാൻ പറ്റാത്ത 1/4 നെല്ലാണ് കിടക്കുന്നത്. എന്തൊരു കളറാ, പവന്റെ കളറിൽ കിടക്കുന്ന നെല്ലാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇതിനാണ് ഇത്രയും കൊള്ള കാണിക്കുന്നത്. ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആൾക്കാരായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം മാറിയിരിക്കുന്ന ഏറ്റവും ദുരന്തകരമായ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതികരണം ഉണ്ടാകണം. ഇങ്ങനെ കാണിക്കുന്ന ഈ കൊള്ളക്കാർക്ക് ഒരു കാരണവശാലും ഈ നാട്ടിലെ കർഷകർ വോട്ട് കൊടുക്കരുത്. മനസ്സിലായില്ലേ? അതിന് പ്രതിഷേധം ഉണ്ടാകണം. അത്രയും സംഗതി ഉണ്ടായില്ലെങ്കിൽ നമ്മളെയൊക്കെ ഇവിടുത്തെ ചവിട്ടി അരയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തണം. ഈ കൊള്ളക്കാർക്കെതിരായി കൃഷിക്കാരെ അവഗണിക്കുന്ന ഈ സൈസ് നിലവാരം ഇങ്ങനെ തുടർച്ചയായിട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ കാർഷിക രംഗമൊക്കെ വളരെ പിന്നിലായി കംപ്ലീറ്റ് ആയി പോകും. കൃഷി പോലും ചെയ്യാൻ താല്പര്യം കാണിക്കും. ഒരു രീതിയിലും കാണില്ല. ഇത്രയും നല്ല നെല്ലുണ്ടാക്കിയിട്ട് നമ്മൾ ഇവന്റെയൊക്കെ പുറകെ താങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനോടുള്ള മനസ്സുകൊണ്ട് നമ്മൾ ഇടിഞ്ഞിരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു മഴ പെയ്ത് നമുക്കറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോണത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ കിടക്കുന്നത്, പക്ഷെ ബാക്കി കണ്ടത്തിൽ കിടക്കുന്ന നെല്ലാണ് കിടക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും?